ഹായ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെഷൻ ക്രിട്ടിക്കൽ പാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു തിയറി പാർട്ടാണ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ആ ഒരു കാൽക്കുലേഷൻ. നമുക്ക് ആക്ച്വലി ആ കാൽക്കുലേഷൻ അറിഞ്ഞില്ലേലും നമുക്ക് പ്രൈമറിൽ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആക്ടിവിറ്റീസ് എൻ്റർ ചെയ്യുക, ഡ്യൂറേഷൻ എൻ്റർ ചെയ്യുക, ലിങ്ക് കൊടുക്കുക, ഷെഡ്യൂൾ ചെയ്യുക. പ്രൈമറി തന്നെ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ പഠിച്ച എല്ലാ കാൽക്കുലേഷനും പ്രൈമറി തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ, നമ്മൾ എന്തിന് ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണമെന്ന്. ക്രിട്ടിക്കൽ പാത്ത് അറിയാതെയും നമുക്ക് പ്ലാൻ ചെയ്യാം, ഇഷ്യൂസ് ഇല്ല. ബട്ട് പ്ലാനിങ്ങിൽ നമ്മൾ സ്ട്രോങ് ആവണം എങ്കിൽ, ആസ് എ പ്ലാനർ നമ്മൾ സ്ട്രോങ് ആവണമെങ്കിൽ പ്രൈമറി ചെയ്യുന്ന എല്ലാ കാൽക്കുലേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് കാൽക്കുലേഷൻ പ്രൈമറി ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ക്രിട്ടിക്കൽ പാത്ത്, അതായത് ഡേറ്റ് കാൽക്കുലേഷൻ, ഡേറ്റ് ഫ്ലോട്ട് കാൽക്കുലേഷൻ. ഇത് നമ്മൾ അതിൻ്റെ വർക്കിംഗ് പ്രൈമറി എങ്ങനെയാണത് ചെയ്യുന്നത് എന്ന് അറിയത്തില്ല എങ്കിൽ, നമുക്കത് അറിയത്തില്ല എങ്കിൽ പ്രൊജക്റ്റ് ത്രൂ ഔട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. കാര്യം പ്ലാനിങ് നോളജ് നമുക്ക് മാത്രമാണുള്ളത്. പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക്, മേ ബി പ്രൊജക്ട് മാനേജർക്കും കാണാം. പിന്നെ അത് പഠിച്ചവർക്ക് മാത്രം, മോസ്റ്റ്ലി ആർക്കും പ്ലാനിങ് നോളജ് കാണില്ല. സോ അവർക്ക് അറിയില്ല എങ്ങനെയാണ് ഓരോ ഡേറ്റ്സ് വരുന്നത്, എങ്ങനെയാണ് ഓരോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൊജക്ട് ത്രൂ ഔട്ട് മീറ്റിംഗ്സ് കാണും, ഒരുപാട് റിപ്പോർട്ട്സ് ആണ്. നമ്മൾ ഈ റിപ്പോർട്ട്സിനകത്തൊക്കെ ഓരോ ഡേറ്റ് കാണിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻസ് വരും. മീറ്റിംഗിൽ മെയിൻ നമ്മുടെ സീനിയേഴ്സ്, ക്ലയൻറ്റിൻ്റെ ആൾക്കാർ ഒരുപാട് നമ്മളോടായിരിക്കും എല്ലാം ചോദിക്കുന്നത്. അതായത് ഈ ഡേറ്റ് എങ്ങനെ വന്നു, ആ ഡേറ്റ് എങ്ങനെ വന്നു. ഇതിനൊക്കെ പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രൈമറി എങ്ങനെയാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അറിയണം. അതിൽ കുറേ കാര്യങ്ങൾ അറിയുന്നതിൽ ഒന്നാണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഇനി ക്രിട്ടിക്കൽ പാത്ത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇപ്പോൾ കാൽക്കുലേഷൻ പാർട്ട് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി പ്രൊജക്റ്റിൽ ആക്ച്വലി ക്രിട്ടിക്കൽ പാത്തിൻ്റെ യൂസ് എങ്ങനെയാണ്? നമ്മൾ ആക്ച്വലി പ്രൊജക്റ്റ് ത്രൂ ഔട്ട് പ്ലാനിങ്ങിൻ്റെ വർക്ക് മെയിനായിട്ട് രണ്ട് രീതിയിലാണ്. ഫസ്റ്റ് പ്ലാൻ ചെയ്യും. നമ്മളൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഫൈനലൈസ് ചെയ്യും. അതൊരു പ്ലാനിങ് പാർട്ട്. അത് കഴിയുമ്പോഴത്തേന് പ്രൊജക്റ്റ് തുടങ്ങും. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങും. അത് മോണിറ്ററിംഗ് ആൻഡ് അപ്ഡേഷൻ പ്രോസസ് എന്ന് പറഞ്ഞ ഒരു പാർട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഷെഡ്യൂൾ ഫിക്സ് ആവുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ ഫൈനലൈസ് ചെയ്യുന്നത്? പ്ലാൻ ചെയ്തിട്ട് പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മീറ്റിംഗ് വെക്കും, റിവ്യൂ മീറ്റിംഗ് വെക്കും. അപ്പോൾ ആ മീറ്റിംഗിൽ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ക്രിട്ടിക്കൽ പാത്ത് മാത്രമായിരിക്കും. ക്രിട്ടിക്കൽ പാത്ത് മാത്രം നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് കൊണ്ടുപോയി അതിൻ്റെ കുറേ കോപ്പീസ് എടുത്ത് ആ മീറ്റിംഗുള്ള എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഇരുന്നിട്ട് ആ ക്രിട്ടിക്കൽ പാത്ത് ആദ്യം റിവ്യൂ ചെയ്യും. അതിലെ ഓരോ ആക്ടിവിറ്റി വൈസ് പോകും. ഓരോ ആക്ടിവിറ്റിയും കൊടുത്തതിന് ഡ്യൂറേഷൻ കറക്റ്റ് ആണോ നോക്കും. ഓരോ ആക്ടിവിറ്റിയും മറ്റ് ആക്ടിവിറ്റിയായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ നോക്കും. അങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തി വീണ്ടും പ്രിന്റ് എടുക്കും. എന്നിട്ട് വീണ്ടും റിവ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ റിവ്യൂ ചെയ്ത് ക്രിട്ടിക്കൽ പാത്ത് ഫൈനലൈസ് ചെയ്യും. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്. എന്തുകൊണ്ടാണ് ക്രിട്ടിക്കൽ പാത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കാരണം പ്രൊജക്റ്റിന്റെ ഫിനിഷ് ഡേറ്റ് വരുന്നത് ക്രിട്ടിക്കൽ പാത്ത് ബേസ് ചെയ്തിട്ടാണ്. ക്രിട്ടിക്കൽ പാത്ത് തെറ്റാണെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ഇന്ന ഡേറ്റിൽ ഫിനിഷ് ചെയ്യും എന്ന് പറയുന്നത് തെറ്റായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ആദ്യം കറക്റ്റ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ പാത്ത് ഒൺസ് കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കറക്റ്റ് ചെയ്യും. അതിനുശേഷം ഒന്നുകൂടെ ക്രിട്ടിക്കൽ പാത്ത് നോക്കി ഓക്കെ ആണോ നോക്കും. അതിനുശേഷമാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. മേ ബി നമ്മളിത് ക്ലയന്റിനെ അയച്ചു കൊടുക്കും. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ചെക്കിംഗ് ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ അവരത് പറയും, നമ്മളത് ചേഞ്ച് ചെയ്യും. അങ്ങനെ എല്ലാവരും അംഗീകരിച്ച ശേഷം നമ്മളത് ഫൈനലൈസ് ചെയ്യും. അപ്പോൾ അത് പ്ലാനിങ് സ്റ്റേജ്. ഇനി അപ്ഡേഷൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുക? നമ്മൾ അപ്ഡേഷൻ സ്റ്റേജിൽ ഇപ്പോൾ വീക്ക്ലി മീറ്റിംഗ്സ് ഉണ്ടാവും, എല്ലാ ആഴ്ചയും മീറ്റിംഗ്സ് ഉണ്ടാവും, മിക്ക പ്രോജക്റ്റിലും അങ്ങനെയാണ്. അപ്പോൾ എല്ലാ മീറ്റിംഗ്സിലും ഈ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ റിവ്യൂ ചെയ്യും. കാരണം ഓരോ ആഴ്ച നമ്മൾ ആക്ടിവിറ്റീസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ക്രിട്ടിക്കൽ പാത്തുള്ള ആക്ടിവിറ്റീസ് ചിലത് തുടങ്ങും, ചിലത് തീരും. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മാറി വരും. അപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ ആക്ച്വലി ക്രിട്ടിക്കൽ പാത്ത് അപ്ഡേഷൻ സ്റ്റേജിൽ നോക്കുക പ്രൊജക്റ്റ് ഡിലേ ആയാലാണ്. നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3-4 മാസം കഴിയുമ്പോൾ പ്രൊജക്റ്റ് ഒരു 10 ദിവസം ഡിലേ എന്ന് വിചാരിച്ചു. ആ ടൈമിൽ നമ്മൾ ചെയ്യുക ക്രിട്ടിക്കൽ പാത്ത് പ്രിന്റ് ചെയ്യും. അതായത് എന്തുകൊണ്ട് പ്രൊജക്റ്റ് ഡിലേ ആയി, ഏത് ആക്ടിവിറ്റിയാണ് ഡിലേ ആയത്, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്തിലാണ് നടക്കുന്നത്. ക്രിട്ടിക്കൽ പാത്ത് പ്രിന്റ് ചെയ്തിട്ട് അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നോക്കും. അതിൽ ആക്ച്വലി ഈ ഡിലേ ആയതെല്ലാം നെഗറ്റീവ് ഫ്ലോട്ടിൽ കിടക്കും. ആ നെഗറ്റീവ് ഫ്ലോട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് അത് തീർക്കാൻ ശ്രമിക്കും. അതാണ് ക്രിട്ടിക്കൽ പാത്ത്. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ പ്രൊജക്റ്റിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യും. നമുക്ക് ക്ലയൻ്റ് ഉണ്ട്, നമ്മളൊരു കോൺട്രാക്ടിങ് കമ്പനിയാണ്. എല്ലാ ആഴ്ച നമ്മൾ അവർക്ക് നമ്മുടെ ഷെഡ്യൂൾ അപ്ഡേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഒരു 10 ദിവസം ഡിലേ ആയി. നമ്മുടെ കമ്പനിക്ക് ക്ലയൻറ്റിന് ഡിലേഡ് പ്രൊജക്റ്റ് അയച്ചു കൊടുക്കാൻ താല്പര്യം കാണത്തില്ല. അപ്പോൾ അവർ നമ്മളോടായിരിക്കും പറയാം ഈ ഡിലേ മാറ്റിയിട്ട് ഒന്നുകിൽ കുറയ്ക്കുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് മാറ്റിയിട്ട് അയച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മളത് ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആ അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെ ചെയ്യുക? ക്രിട്ടിക്കൽ പാത്തിൽ. നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ ഒന്നുകിൽ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ലാഗ് ഇട്ട് കൊടുക്കുകയോ. ലാഗിൻ്റെ കൺസെപ്റ്റൊക്കെ ഇനി അപ്കമിങ് സെഷൻസ് വരും. ലാഗ് ഒന്നുമില്ല. ഇപ്പോൾ 2 ആക്ടിവിറ്റീസ് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സിനാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അപ്കമിങ് സെഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതങ്ങ് ആക്ച്വലി ചെയ്തുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്രിട്ടിക്കൽ പാത്തിന് ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ക്രിട്ടിക്കൽ പാത്തിലാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് സെഷനിൽ പഠിച്ച അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പാർട്ട് മാത്രമാണ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ വരുമ്പോഴത്തേന് ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ
പ്രിന്റ് ചെയ്തിട്ട് അത് വെച്ച് നോക്കും. അതിന്റെ ഡേറ്റ് കാൽക്കുലേഷൻ വരുമ്പോഴാണ് നമുക്ക് മറ്റതിനെ പറ്റിയിട്ടുള്ള നോളജ് വേണ്ടത്, കാൽക്കുലേഷനെ പറ്റിയിട്ടുള്ള. ഏതൊരു മീറ്റിംഗിലും ക്രിട്ടിക്കൽ പാത്ത് ആയിരിക്കും നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കുക, പ്രൊജക്ടിന്റെ സ്റ്റാറ്റസ് അറിയാൻ ഡിലേ ആയിട്ടുണ്ടോ, എയർലി ഫിനിഷ് ആവുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്നും ചെക്ക് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അതേപോലെ ക്രിട്ടിക്കൽ പാത്ത് മാറി അപ്ഡേഷൻ സ്റ്റേജിൽ ക്രിട്ടിക്കൽ പാത്ത് മാറി വരും. ഒരുപാട് ക്രിട്ടിക്കൽ പാത്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ക്രിട്ടിക്കൽ പാത്ത് വരുന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, നമ്മൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മീറ്റിംഗ്സിലാണ് മെയിനായിട്ട് ഇതൊക്കെ നോക്കുന്നത്. പിന്നെ റിപ്പോർട്ട്സ്, നമ്മൾ ഓരോ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നേരം ഈ ക്രിട്ടിക്കൽ പാത്തുള്ള ആക്ടിവിറ്റീസിന്റെ ഡേറ്റാസ് ഇടും. അതായത് ക്രിട്ടിക്കൽ പാത്തുള്ള ആക്ടിവിറ്റീസിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിന്റെ ഇന്ന ഡേറ്റിൽ തുടങ്ങി ഇന്ന ഡേറ്റ്, അതിന്റെ ഫ്ലോട്ടോ കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ അത് റിലേറ്റഡ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളോടായിരിക്കും വരിക. അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള നോളജ് വേണം. ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ നോളജ് വേണം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആസ് എ സ്റ്റാർട്ടർ കാൽക്കുലേഷൻ പാർട്ട് മനസ്സിലാക്കി വെച്ചേക്കുക, ബാക്കിയൊക്കെ എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ച് പഠിച്ചോളും. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അത് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയാണ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.